ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കരുനാഗപ്പള്ളിക്ക് പോവാണ്. ചേച്ചിയുടെ വീടിൻ്റെ വാർപ്പായിരുന്നു കേട്ടോ. അപ്പം അത് രാവിലെ ഭയങ്കര മഴയായിരുന്നു, ഇവിടെ മഴയായിരുന്നു. പിന്നെ അവിടെ വിളിച്ച് വെച്ചപ്പോൾ അവിടെയും മഴയാണെന്ന് പറഞ്ഞു. പണിക്കാരൊന്നും വന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പണിക്കാർ വന്ന് പണി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ പറഞ്ഞാൽ മതി, എന്നിട്ട് ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞ്. ഈ മഴയായതുകൊണ്ട് ചിലപ്പോൾ നടന്നില്ലെങ്കിൽ വെറുതെ നമ്മൾ അവിടം വരെ പോയിട്ട് വരണ്ടേ. എന്തുമായാലും പണി തുടങ്ങി മഴയൊക്കെ ഒന്ന് തോന്നപ്പോഴത്തേക്ക് നമ്മളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരുനാഗപ്പള്ളി വന്ന് കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോഴത്തേക്ക് മഴയെല്ലാം തോന്നിയിട്ടുണ്ടെങ്കിലും ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. അതൊന്നും വിഷയമില്ലെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് പൊടിവാവയാണെങ്കിൽ അതിൻ്റെ ആ സൗണ്ട് എല്ലാം കൂടെ കേട്ട് പേടിച്ചിരിക്കുമായിരുന്നു. ചേച്ചിയുടെ കയ്യിൽ തറയിൽ പോലും ഇറങ്ങുന്നില്ലായിരുന്നേ. അപ്പം നമ്മുടെ ആദിനിക്കുട്ടി ഉണ്ടായിരുന്നു അടുത്തവിടെ. അവൾ ഉണ്ടായിട്ട് പോലും പൊടിവാവ ഇറങ്ങാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാക്സിൽ പോയി പൊടിവാക്കി ഡ്രസ്സ് എടുത്ത വീഡിയോ ഇട്ടില്ലായിരുന്നോ. അപ്പോൾ ആ ഡ്രസ്സാണ് ഇത് കേട്ടോ. അപ്പോൾ വന്നപ്പോഴേ അത് അങ്ങ് എടുത്തിട്ടു. ഇപ്പോൾ പേടിയൊക്കെ അങ്ങ് പോയി. ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് പേടി അങ്ങ് പോയി. പിന്നെ വലിയ ജാടയിലൊക്കെ നിൽക്കുമായിരുന്നേ. ആ ഡ്രസ്സാണെങ്കിൽ ഒരു തരത്തിൽ അവൾ ഊരുന്നില്ല. ഇപ്പം എനിക്ക് അംഗനവാടി പോകണം, ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ പോകണം, പിള്ളേരെ കൊണ്ട് കാണിക്കണമെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോകും, നീ അംഗനവാടി പോയാലെന്ന് പറഞ്ഞു. അവർ രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോഴും വിളിച്ചിട്ട് പറയുന്നു ഞാൻ അംഗനവാടി പോകാമെന്ന്. ഞാൻ പറഞ്ഞെങ്കിൽ ശരി നീ പൊക്കോ, ഞങ്ങൾ ഈ ഡ്രസ്സൊന്നും തരത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അംഗനവാടി പോകണ്ട, ഇവിടെ ഇരുന്നോളാം എന്നുള്ള ഭാവമായേ. അപ്പോഴത്തേക്ക് സന്തോഷണ്ണനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശിവാസേട്ടനും സുധീഷണ്ണനും എല്ലാം മുകളിൽ നിൽപ്പുണ്ട് റെയിൻകോട്ട് ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ വാർപ്പിൻ്റെ മെയിൻ ഐറ്റം വന്നിട്ടുണ്ട് ബിരിയാണി. എല്ലാവരുടെയും വാർപ്പിന് ബിരിയാണി ഞാൻ കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെയാണ്, ബിരിയാണിയാണ് കൊടുക്കുന്നത്. ഓരോ പൊതി ബിരിയാണിയാണ് കൊടുക്കുന്നത്. നമ്മുടെ അടുത്തൊക്കെ ഉള്ളവർക്കും കൊടുക്കും, പിന്നെ ഈ പണിക്കാർക്കും കൊടുക്കും. അപ്പോൾ ബിരിയാണി വന്നപ്പോഴത്തേക്ക് ശ്രീമോൻ എന്തുവാന്നൊക്കെ തുറന്ന് നോക്കുവാണ്. കാശി വിശക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. കാശി വീട്ടിൽ നിന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇവിടെ വന്ന് കഴിക്കാമെന്നും പറഞ്ഞ് വന്നതാണ് ബിരിയാണി. അപ്പം സന്തോഷാണെങ്കിൽ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർക്ക് ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ബഹളം വെച്ച്. പിന്നെ അണ്ണൻ പിള്ളേരെയും കൊണ്ട് വന്നു കേട്ടോ. പിന്നെ അവരുമായിട്ട് കുറേ സമയം നമ്മളിരുന്ന് കാര്യങ്ങൾ പറയുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു പ്ലേ ക്ലാസ് പോലായിരുന്നു രമേശിയുടെ റൂമേ. അപ്പോൾ എല്ലാവരും കൂടെ കിടന്ന് ചാടി മറിഞ്ഞ് ഭയങ്കര ബഹളം. പൊടിവാവെ ആദ്യം വലിയ ജാടയൊക്കെ കാണിച്ച് ശ്രീമോൻ്റെ അടുത്ത് അടുക്കുന്നില്ലായിരുന്നു, കളിപ്പാട്ടങ്ങളൊന്നും കൊടുക്കുന്നൊന്നുമില്ലായിരുന്നേ. അപ്പോൾ ആദിനെയായിരുന്നു കൂടെ ഉള്ളത്. അങ്ങനെ പിന്നെ ആദിനായിട്ട് കമ്പനി ആയപ്പോഴത്തേക്ക് പൊടിവാവ പറഞ്ഞ് എന്നെയും കൂടെ കളിപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് നമ്മളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് കാത്തൂനെയും പാത്തൂനെയും ഇറക്കണം വീട്ടിൽ. അപ്പോഴത്തേക്ക് അച്ചു ചേച്ചി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട്. എൻ്റെ വീഡിയോ എടുക്കല്ലേന്നും പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. ഞാൻ ഒരുങ്ങിയൊന്നുമല്ല നിൽക്കുന്നത്, എൻ്റെ വീഡിയോ എടുക്കലെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടിങ്ങ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ